കർഷകന്റെ വാക്ക് കൃഷിയുടെ കൂട്ട്. കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. FACT കാർഷിക സ്പോൺസർഡ് പരിപാടി. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം കാർബൺ തുലിത കൃഷി. ആഗോള താപനം എന്നത് ഇന്ന് ഒരു മഹാവിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അനന്തരഫലങ്ങൾ ലോകം മുഴുവനുമുള്ള ജീവജാലങ്ങൾ പല വിധത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഹരിതഗ്രഹ വാതകങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ഫ്ലൂറിൻ അടങ്ങിയ വാതകങ്ങൾ മുതലായവ ഭൂമിയുടെ അന്തരീക്ഷ താപനില ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നു. ഫോസിൽ ഇന്ധനങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗവും വനനശീകരണവും ജനസംഖ്യാ വർധനവും നഗരവത്കരണവും വ്യവസായവത്കരണവും മണ്ണു നശീകരണവും വിവിധതരം മലിനീകരണങ്ങളും ചില കാർഷിക പ്രവർത്തനങ്ങളും ജൈവവും അജൈവവുമായ വസ്തുക്കൾ കത്തിക്കുന്നതുമെല്ലാം ഹരിതഗ്രഹവാതകങ്ങളുടെ ബഹിർഗമനം വർദ്ധിപ്പിക്കുന്നു. ആഗോള താപനം വഴി വരൾച്ചയും കാട്ടുതീയും ഉഷ്ണവാതകങ്ങളും മഞ്ഞുരുകലും കടൽ നിരപ്പ് ഉയരലും മരുഭൂവൽക്കരണവും തുടർക്കഥയാകുന്നു. കടലിന്റെ താപനില വർദ്ധിക്കുന്നത് പവിഴപ്പുറ്റുകളുടെ നാശത്തിന് കാരണമാകുന്നു. അതുപോലെ തന്നെ കടലുകളിൽ കൂടുതൽ ന്യൂനമർദ്ദനങ്ങളും ചക്രവാതങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് പ്രളയത്തിനും വെള്ളപ്പൊക്കത്തിനും വരെ വഴിവെക്കുന്നു. ഭൂമിയെ ചൂടുപിടിപ്പിക്കുന്ന ഹരിതഗ്രഹവാതകങ്ങളുടെ അന്തരീക്ഷത്തിലെ അളവ് കുറയ്ക്കുവാനായി ലോകരാഷ്ട്രങ്ങൾ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ കാർഷിക മേഖലയ്ക്ക് ചെയ്യാനാകുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സംയോജിപ്പിച്ചുള്ള കൃഷിരീതിയെ നമുക്ക് കാർബൺ ന്യൂട്രൽ ഫാമിംഗ് അഥവാ കാർബൺ തുലിത കൃഷി എന്ന് വിളിക്കാം. ഹൈഡ്രജനും ഹീലിയത്തിനും ഓക്സിജനും ശേഷം പ്രപഞ്ചത്തിലെ ഏറ്റവും സുലഭമായ മൂലകമാണ് കാർബൺ. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികളുടെ ശരീരത്തിൽ ഓക്സിജന് ശേഷം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ മൂലകം സസ്യലോകത്ത് പ്രഥമ സ്ഥാനത്താണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആഗോളതലത്തിൽ കാർബൺ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. കാർബൺ ന്യൂട്രൽ, കാർബൺ ക്രെഡിറ്റ്, കാർബൺ ഫൈനാൻസ്, കാർബൺ ട്രേഡ്, കാർബൺ സീക്വസ്ട്രേഷൻ, കാർബൺ ഓഫ്സെറ്റ്, നെറ്റ് സീറോ കാർബൺ തുടങ്ങിയ അന്താരാഷ്ട്ര തലത്തിൽ നിരന്തരമായി ഉയർന്നു കേൾക്കുന്ന ആധുനിക പദങ്ങളുടെയും പദ്ധതികളുടെയുമെല്ലാം അത്യന്തമായ ലക്ഷ്യം ഭൂമിയുടെ സുസ്ഥിരമായ നിലനിൽപ്പ് മാത്രമാണ്. അതായത് ഹരിതഗ്രഹവാതകങ്ങളുടെ അന്തരീക്ഷത്തിലേക്കുള്ള വ്യാപനം കുറയ്ക്കുകയും അതുവഴി ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും നിയന്ത്രണ വിധേയവുമാക്കുക എന്നതാണ്. യൂറോപ്യൻ യൂണിയന്റെ ആഗോള അന്തരീക്ഷ പഠന വിഭാഗത്തിലെ 2023 റിപ്പോർട്ട് പ്രകാരം ഹരിതഗ്രഹ വാതകങ്ങൾ പുറന്തള്ളുന്ന രാഷ്ട്രങ്ങളിൽ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ശേഷം ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. എന്നു മാത്രമല്ല 2022 അപേക്ഷിച്ച് 2023 ഇന്ത്യയിലെ ബഹിർഗമനം വർദ്ധിച്ചതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുകയും നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര സംഘടനയായ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് 2021 ഗ്ലാസ്ഗോയിൽ വെച്ച് നടത്തിയ 26ാമത്തെ കാലാവസ്ഥാ ഉച്ചകോടിയിലെ തീരുമാനപ്രകാരം 2070 ആകുമ്പോൾ ഇന്ത്യ കാർബൺ തുലിത രാഷ്ട്രമാവേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യപടി എന്നതിൽ 2030 ബഹിർഗമനം 45% കുറയ്ക്കണം. അതിനായി ചെയ്യേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പ്രധാനമായും ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, ജൈവ ഇന്ധനങ്ങളുടെയും വൈദ്യുത വാഹനങ്ങളുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, സൗരോർജം ഉൾപ്പെടെയുള്ള പാരമ്പര്യ ഊർജങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക എന്നിവയാണ്. ബഹിർഗമനം കുറയ്ക്കുന്നതോടൊപ്പം തന്നെ പരമപ്രധാനമാണ് ഹരിതഗ്രഹവാതകങ്ങളുടെ സ്വാംശീകരണവും. കൃഷിയിലൂടെയും കാർഷികാനുബന്ധ പ്രവർത്തനങ്ങളിലൂടെയും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന കാർബണിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും മണ്ണിലും വൃക്ഷങ്ങളിലും മറ്റു സസ്യലതാദികളിലും കാർബൺ സംഭരണം വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമായ വിവിധ മാർഗങ്ങൾ അനുവർത്തിച്ചുകൊണ്ടുള്ള കൃഷി സമ്പ്രദായത്തെ കാർബൺ തുലിത കൃഷി എന്ന് വിശേഷിപ്പിക്കാം. കാർബൺ ഡയോക്സൈഡിൻ്റെ ആഗോള താപനശേഷി 1 എന്ന് കണക്കാക്കുകയാണെങ്കിൽ മീഥെയ്ൻ വാതകത്തിൻ്റേത് 28 മടങ്ങും
നൈട്രസ് ഓക്സൈഡിൻ്റേത് 265 മടങ്ങുമാണ്. 23,500 മടങ്ങ് താപനശേഷിയുള്ള സൾഫർ ഹെക്സാ ഫ്ലൂറൈഡാണ് ഏറ്റവും അധികം പ്രഹരശേഷിയുള്ള വാതകം. എങ്കിലും ഏറ്റവും അധികം വ്യാപകമായതും ഏറ്റവും എളുപ്പത്തിൽ ജൈവിക രൂപത്തിലേക്ക് സ്വാംശീകരിക്കുവാൻ സാധിക്കുന്നതും കാർബൺ ആയതിനാലാണ് കാർബൺ ന്യൂട്രൽ കൃഷിക്ക് കൂടുതൽ പ്രചാരം കൊടുക്കുന്നത്. കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ കാർബൺ തുലിതമാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം കാർബൺ എന്ന മൂലകത്തിൻ്റെ ബഹിർഗമനവും സ്വാംശീകരണവും തുല്യമാക്കുക എന്നതല്ല. ഹരിതഗൃഹവാതകങ്ങളുടെ അന്തരീക്ഷത്തിലെ സാന്ദ്രത അവയുടെ അനുവദനീയമായ പരിധിക്കുള്ളിൽ നിർത്തുക എന്നതാണ്. അന്തരീക്ഷത്തിലെ കാർബൺ വാതകത്തെ ശേഖരിക്കുകയും അത് ഭൂമിക്ക് ദോഷകരമാവാത്ത രീതിയിൽ സംഭരിച്ച് സൂക്ഷിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് കാർബൺ സ്വാംശീകരണം. പുറന്തള്ളപ്പെടുന്നതിനേക്കാൾ അധികം കാർബൺ ശേഖരിച്ചു വയ്ക്കുവാൻ കഴിയുന്ന ഏതൊരു വസ്തുവിനെയും കാർബൺ സിങ്കുകൾ എന്ന് വിളിക്കാം. മണ്ണ്, വനം, കടൽ തുടങ്ങിയവയാണ് പ്രകൃതിയായുള്ള പ്രധാനപ്പെട്ട കാർബൺ സംഭരണികൾ. കാർബൺ സ്വാഭാവികമായും ഭൂമിക്കടിയിലെ വിവിധ രൂപങ്ങളിലോ മണ്ണിലോ ശേഖരിക്കപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് കാർബൺ വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും ജൈവഘടനയിലേക്ക് സംഭരിക്കപ്പെടുന്നത്. ജനസംഖ്യ താരതമ്യേന കുറവും ഭൂവിസ്തൃതിയുടെ 75% വനപ്രദേശവുമായ ഭൂട്ടാനാണ് ലോകത്തെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ തുലിത രാജ്യം. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഹിമാചൽ പ്രദേശാണ് ആദ്യ കാർബൺ തുലിത സംസ്ഥാനം. കേരളത്തിൽ വയനാടിലെ മീനങ്ങാടിയാണ് കാർബൺ ന്യൂട്രൽ ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ തോട്ടമായി കേരളത്തിലെ കൃഷി വകുപ്പിനു കീഴിലുള്ള ആലുവയിലെ സംസ്ഥാനം വിത്തുൽപാദന കേന്ദ്രം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രകൃതിക്ക് യാതൊരു വിധത്തിലും കോട്ടം വരുത്താതെ പ്രകൃതിയോടിണങ്ങിയുള്ള കൃഷി രീതി ആയതിനാൽ കാർബൺ തുലിത കൃഷിയിടങ്ങൾ മറ്റുള്ള കൃഷിയിടങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാകുന്നത് കുറയ്ക്കുന്നതിനായി അനാവശ്യമായ മണ്ണിളക്കുകൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആഗിരണം ചെയ്ത് അവയെ ജൈവചക്രത്തിൽ ശേഖരിക്കാൻ കൃഷിയിടങ്ങൾ ഹരിതാപമാകേണ്ടതാണ്. അതിനാൽ കൃഷിഭൂമി ഒരിക്കലും തരിശിടാതിരിക്കുക. കൃഷി സാധ്യമായ മലഞ്ചെരുവുകളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനും നല്ല വേരോട്ടമുള്ളതായ വിളകൾ കൃഷിക്കായി തിരഞ്ഞെടുക്കാം. കൃഷിക്കായി തിരഞ്ഞെടുക്കുന്ന വിളകളും ഇനങ്ങളും ആ പ്രദേശത്തെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിരിക്കണം. തദ്ദേശീയമായതും ആഴത്തിൽ വേരോട്ടമുള്ളതും വളർച്ചയെ അതിജീവിക്കുവാൻ കഴിയുന്നതുമായ വിളകൾക്ക് പ്രാധാന്യം കൊടുക്കണം. മരം ഒരു വരം തന്നെയാണ്. ആഗോളതാപനത്തെ നേരിടാൻ ഏറ്റവും നല്ല ഉപാധി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നതാണ്. കാരണം ഏകവർഷ വിളകളും ദ്വിവർഷികളുമായ സസ്യങ്ങളെ അപേക്ഷിച്ച് വൃക്ഷങ്ങൾ അവയുടെ വളർച്ചാ ഘട്ടത്തിൽ വളരെയധികം കാർബൺ ശേഖരിക്കുകയും വർഷങ്ങളോളം മരത്തടിയിൽ സംഭരിക്കുകയും ചെയ്യുന്നു. എന്നാൽ മറ്റുള്ള സസ്യങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന കാർബൺ അവയുടെ വളർച്ച പൂർത്തീകരിക്കുമ്പോൾ വിഘടനത്തിലൂടെ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് എത്തപ്പെടുന്നു. അതായത് ഹ്രസ്വകാലത്തേക്കുള്ള കാർബൺ സംഭരണം മാത്രമേ ഇവയിൽ നടക്കുന്നുള്ളൂ. കൃഷിസ്ഥലത്തിന്റെ വിസ്തീർണവും ഭൂപ്രകൃതിയും അനുസരിച്ച് പഴവർഗ വൃക്ഷങ്ങളോ പൂമരങ്ങളോ തോട്ടവിളകളോ സുഗന്ധവിളകളോ വനവൃക്ഷങ്ങളോ എന്തുമാവട്ടെ കൃഷിയിടത്തിൽ വൃക്ഷങ്ങൾക്ക് സ്ഥാനം കൊടുക്കേണ്ടതാണ്. മൊത്തം കൃഷിയിടത്തെ 1-2 വരി പൊക്കം കുറഞ്ഞ വൃക്ഷങ്ങൾ കൊണ്ട് ചെറിയ സമാന്തര ഭാഗങ്ങളാക്കി തിരിച്ച് അവയ്ക്കിടയിൽ സാധാരണ വിളകൾ കൃഷി ചെയ്യാവുന്നതാണ്. പച്ചില വളച്ചെടികളോ കീടരോഗ നിയന്ത്രണത്തിന് ഉതകുന്ന വൃക്ഷങ്ങളോ ഇത്തരത്തിൽ നടാനായി തിരഞ്ഞെടുക്കാം. മറ്റു സസ്യങ്ങളെ അപേക്ഷിച്ച് വൃക്ഷങ്ങൾ കാറ്റിനെ തടുക്കുന്നതിനോടൊപ്പം മണ്ണിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുന്നത് തടയുകയും സസ്യസ്വേദന നിരക്ക് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ മണ്ണിലെ ജൈവാംശം കൂട്ടുന്നതിനും സഹായകമാകുന്നു. ശക്തമായ കാറ്റ് മൂലം കൃഷി തടസ്സപ്പെടുന്ന പ്രദേശങ്ങളിൽ വിൻഡ് ബ്രേക്കുകൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ശക്തമായ വേരുള്ള വൃക്ഷങ്ങളാവണം ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. 1 വരിയോ 2 വരിയോ മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിനു ശേഷം വിളകൾ നടാം. ഈ വൃക്ഷങ്ങൾ കാറ്റിന്റെ വേഗത ഗണ്യമായി കുറയ്ക്കുന്നു. ആര്യവേപ്പ്, മുള, അശോകം, തേക്ക് മുതലായവ പ്രധാനമായും കാറ്റിനെ പ്രതിരോധിക്കാൻ നടാറുണ്ട്. കടലോരത്തും കായലോരത്തും കാറ്റാടി മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതും കാറ്റിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് എതിരെയുള്ള പോരാട്ടത്തിൽ പങ്കാളികളാകുന്നതിനോടൊപ്പം
നമ്മുടെ കൃഷിയിടങ്ങൾ ബലപുഷ്ടിയാകുന്നതിനും മണ്ണിന്റെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും കാർബൺ തുലിത കൃഷിയിലൂടെ സാധിക്കുന്നു. രാസവസ്തുക്കളുടെയും ഫോസിൽ ഇന്ധനങ്ങളുടെയും അനാവശ്യമായ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ വിവിധ മലിനീകരണങ്ങളുടെ തോത് ഗണ്യമായി കുറയുന്നു. വിളവൈവിധ്യത്തോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉറപ്പുവരുത്തുവാനും കഴിയുന്നു. ചെറുകിട കർഷകർക്ക് പോലും അനുവർത്തിക്കാവുന്ന ഇത്തരം ലളിതമായ കാർബൺ ഓഫ്സെറ്റിംഗ് മാർഗങ്ങൾ വഴി സുന്ദരമായ കാർബൺ തുലിത കൃഷി സംസ്കാരം വളർത്തിയെടുക്കുവാനും അതുവഴി നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിനായുള്ള പരിശ്രമങ്ങളിൽ പങ്കാളികളാവാനും നമുക്ക് സാധിക്കും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SCCT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി തെങ്ങിലെ വളപ്രയോഗവും മണ്ണ് പരിശോധനയുടെ ആവശ്യവും എന്ന വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യാം. തെങ്ങ് കേരളത്തിൻ്റെ കാർഷിക വിളകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വിവിധ തരം മണ്ണിലും വ്യത്യസ്ത കാലാവസ്ഥയിലും ഭൂപ്രദേശങ്ങളിലും തെങ്ങിന് വളരാൻ കഴിയും. ശാസ്ത്രീയ കൃഷി രീതികളുടെ അഭാവവും കാലാവസ്ഥ വ്യതിയാനങ്ങളും വിപണി വിലയിലെ ചാഞ്ചാട്ടവും തെങ്ങ് ഉൽപ്പാദനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അതിനാൽ തെങ്ങിൻ കൃഷി ലാഭകരമാക്കുന്നതിനും ഉയർന്ന ഉൽപ്പാദനം നേടുന്നതിനും ലഭ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളും കർഷകർ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. തെങ്ങിൽ ഉയർന്ന ഉൽപ്പാദനക്ഷമത കൈവരിക്കുന്നതിന് തെങ്ങിൻ തൈ നട്ടതിന് ശേഷം ആദ്യ വർഷം മുതൽ പതിവായി വളപ്രയോഗം നടത്തേണ്ടത് അത്യാവശ്യമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആരംഭിക്കുമ്പോൾ മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പം ആകുന്നതോടെ എല്ലാ വർഷവും ജൈവരാസവളങ്ങൾ പ്രയോഗിക്കാം. രാസവളങ്ങളും ജൈവവളങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംയോജിത വളപ്രയോഗ രീതിയാണ് തെങ്ങിൻ്റെ സുസ്ഥിര വിളവിനും ഉയർന്ന ആദായത്തിനും ഉപകരിക്കുന്നത്. തെങ്ങിൻ തോട്ടത്തിൽ 3 വർഷത്തിലൊരിക്കൽ മണ്ണ് പരിശോധിക്കുന്നത് എല്ലായ്പ്പോഴും ഉചിതമാണ്. ഇതിൻ്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി രാസവളങ്ങളുടെ തരം, അളവ് എന്നിവ തീരുമാനിക്കാവുന്നതാണ്. മഴയെ ആശ്രയിച്ച് കൃഷി നടത്തുന്ന തോട്ടങ്ങളിൽ ശുപാർശയ്ക്കനുസരിച്ചുള്ള രാസവളത്തിൻ്റെ 1/3 കാലവർഷ ആരംഭത്തോടെ തടങ്ങളിൽ ചേർത്ത് കൊടുക്കണം. പ്രായമായ തെങ്ങുകൾക്ക് പ്രതിവർഷം 500 ഗ്രാം പാഗ്യജനകം, 320 ഗ്രാം ഭാവകം, 1200 ഗ്രാം ക്ഷാരം എന്ന തോതിൽ പോഷക മൂലകങ്ങൾ ലഭിക്കത്തക്ക വിധത്തിൽ രാസവളം നൽകണം. ഇതിനായി 1 കിലോഗ്രാം യൂറിയ, 1.5 കിലോഗ്രാം മസൂറി ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ 2 കിലോഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ്, 2 കിലോഗ്രാം മുറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ നൽകണം. രാസവളത്തിൻ്റെ ആദ്യ ഉപയോഗം തൈ നട്ട് 3 മാസം കഴിഞ്ഞ് ചെയ്യണം. പശ്ചിമ തീര പ്രദേശങ്ങളിൽ മഴയ്ക്ക് മുമ്പേ മെയ്, ജൂൺ മാസങ്ങളിൽ നട്ട തൈകൾക്ക് 3 മാസം കഴിഞ്ഞ്, അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ആദ്യത്തെ രാസവളപ്രയോഗം നടത്തണം. ഈ സമയത്ത് ഉപയോഗിക്കേണ്ട വളത്തിൻ്റെ അളവ് കായ്ക്കുന്ന തെങ്ങുകൾക്ക് ശുപാർശ ചെയ്യുന്ന അളവിൻ്റെ 10-1, അതായത് 110 ഗ്രാം യൂറിയ, 200 ഗ്രാം മസൂറി ഫോസ്ഫേറ്റ്, 225 ഗ്രാം മുറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന അളവിൽ പ്രയോഗിക്കാം. 2ാം വർഷത്തിൽ ഇത് കായ്ക്കുന്ന തെങ്ങുകൾക്ക് ശുപാർശ ചെയ്യുന്നു. വളത്തിന്റെ 1/3 2 തവണകളായി നൽകാം. അതായത് മെയ്, ജൂൺ മാസങ്ങളിൽ 110 ഗ്രാം യൂറിയ, 200 ഗ്രാം മസൂറി ഫോസ്ഫേറ്റ്, 225 ഗ്രാം മുറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന അളവിലും സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ 240 ഗ്രാം യൂറിയ, 400 ഗ്രാം മസൂറി ഫോസ്ഫേറ്റ്, 480 ഗ്രാം മുറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന അളവിലും പ്രയോഗിക്കാം. 3ാം വർഷത്തിൽ ഈ അളവ് ഇരട്ടിയാക്കാം. അതായത് 240 ഗ്രാം യൂറിയ, 400 ഗ്രാം മസൂറി ഫോസ്ഫേറ്റ്, 480 ഗ്രാം മുറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ മെയ്, ജൂൺ മാസങ്ങളിലും സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ 480 ഗ്രാം യൂറിയ, 800 ഗ്രാം മസൂറി ഫോസ്ഫേറ്റ്, 900 ഗ്രാം മുറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന അളവിൽ പ്രയോഗിക്കാവുന്നതാണ്. 4ാം വർഷം മുതൽ രാസവളങ്ങൾ കായ്ക്കുന്ന തെങ്ങുകൾക്ക് ശുപാർശ ചെയ്യുന്ന നിരക്കിൽ പ്രയോഗിക്കാം. അതായത് മെയ്, ജൂൺ മാസങ്ങളിൽ 370 ഗ്രാം യൂറിയ, 600 ഗ്രാം മസൂറി ഫോസ്ഫേറ്റ്, 670 ഗ്രാം മുറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന കണക്കിനും സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ 715 ഗ്രാം യൂറിയ, 1000 ഗ്രാം മസൂറി ഫോസ്ഫേറ്റ്, 1330 ഗ്രാം മുറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന അളവിലും ഉപയോഗിക്കാം. ജലസേചനമുള്ള കൃഷിയിടങ്ങളിലെ തെങ്ങുകൾക്ക് രാസവളങ്ങൾ 24 തുല്യ തവണകളായി നൽകാവുന്നതാണ്. മേൽപ്പറഞ്ഞ നേർവളങ്ങൾക്ക് പകരമായി രാസവള മിശ്രിതമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 10:5:20 എന്ന മിശ്രിതം 5 കിലോഗ്രാം
എന്ന തോതിൽ ഒരു തെങ്ങിന് നൽകണം. അമ്ലാംശം കൂടുതലുള്ള മണ്ണിൽ രാസവളങ്ങൾക്ക് പുറമെ പ്രതിവർഷം തെങ്ങൊന്നിന് 1 കിലോഗ്രാം കുമ്മായമോ ഡോളമേറ്റോ ഏപ്രിൽ മാസങ്ങളിൽ രാസവള പ്രയോഗത്തിന് 2 ആഴ്ച മുമ്പ് തടങ്ങളിൽ വിതറി ചേർക്കണം. ഇവ രാസവളങ്ങൾക്കൊപ്പം പ്രയോഗിക്കാൻ പാടില്ല. മണ്ണിൽ മഗ്നീഷ്യം എന്ന പോഷക മൂലകത്തിന്റെ അഭാവത്തിൽ തെങ്ങോലകളിൽ മഞ്ഞളിപ്പ് കാണാറുണ്ട്. തെങ്ങൊന്നിന് 1/2 കിലോഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് രാസവളങ്ങൾക്കൊപ്പം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നൽകുന്നത് ഇത്തരം മഞ്ഞളിപ്പ് തടയാൻ സഹായകരമാകും. തെങ്ങിൽ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ്, പ്രത്യേകിച്ച് ബോറോണിന്റെ കുറവ് ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ രോഗലക്ഷണങ്ങൾ അപ്രത്യക്ഷമാകുന്നതുവരെ തെങ്ങൊന്നിന് 75 ഗ്രാം ബോറാക്സ് പ്രതിമാസ ഇടവേളകളിൽ പ്രയോഗിക്കണം. തെങ്ങിന് ജൈവവള പ്രയോഗം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മണ്ണിന്റെ ഫലപുഷ്ടിയും ജലസംരക്ഷണ ശേഷിയും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനും ഉപകാരികളായ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതിനും പോഷക മൂലകങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും ജൈവവളങ്ങൾ സഹായിക്കുന്നു. പച്ചിലവളമോ കാലിവളമോ മണ്ണിര കമ്പോസ്റ്റോ ജൈവവളമായി ഉപയോഗിക്കാവുന്നതാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തെങ്ങിന് ചുറ്റും 1.8 മീറ്റർ വീതിയും 20 സെന്റിമീറ്റർ താഴ്ചയുമുള്ള വൃത്താകാരത്തിലുള്ള തടമെടുത്ത് തെങ്ങൊന്നിന് 50 കിലോഗ്രാം വീതം പച്ചിലവളമോ കമ്പോസ്റ്റോ നൽകാം. ആവശ്യത്തിന് ജൈവവളം കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ പച്ചില വളച്ചെടികൾ തെങ്ങിൻ തടത്തിൽ തന്നെ വളർത്തി ജൈവവളമായി തെങ്ങിന് നൽകുന്ന രീതിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. സ്വന്തം പുരയിടത്തിൽ തെങ്ങിനോടൊപ്പം മറ്റ് വിവിധ വിളകൾ കൃഷി ചെയ്യുന്ന കർഷകർക്ക് പച്ചില വളച്ചെടികൾ ഇടവിളയായി വളർത്താൻ സൗകര്യപ്പെടുകയില്ല. അത്തരം സാഹചര്യത്തിൽ പ്യൂട്ടേറിയ, കൽപ്പാഗോണിയം, മൈമോസ എന്നീ പച്ചില വളച്ചെടികൾ തെങ്ങിൻ തടത്തിൽ വളർത്താൻ സാധിക്കും. കാലവർഷ ആരംഭത്തോടെ മെയ് മാസത്തിൽ മേൽപ്പറഞ്ഞ പയറുവർഗത്തിൽപ്പെട്ട പച്ചില വളച്ചെടികളുടെ 100 ഗ്രാം വിത്ത് തെങ്ങിൻ തടങ്ങളിൽ വിതയ്ക്കുക. ഏതാണ്ട് 4.5 മാസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ചെടികൾ പുഷ്പിക്കാൻ ആരംഭിക്കുന്നതുകൂടെ അവയെ മുറിച്ചെടുത്ത് തടത്തിൽ തന്നെ ചേർത്ത് തടം മൂടുക. ഒരു തടത്തിൽ ഇപ്രകാരം പച്ചില വളച്ചെടികൾക്ക് വളർത്തുന്നത് വഴി ഏതാണ്ട് 1525 കിലോഗ്രാം വരെ പച്ചില വളവും അതുവഴി 100 മുതൽ 200 ഗ്രാം സസ്യപോഷകമായ പാഗ്യജനകവും ലഭിക്കും. വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ കണികാ ജനസേചനത്തിലൂടെ നൽകുന്ന ഫെർട്ടിഗേഷൻ എന്ന വളപ്രയോഗ രീതി അവലംബിക്കുന്നത് കൊണ്ട് പല പ്രയോജനങ്ങളുമുണ്ട്. ശുപാർശ ചെയ്തിട്ടുള്ള രാസവളത്തിന്റെ അളവ് പകുതിയായി കുറയ്ക്കാൻ സാധിക്കുന്നതോടൊപ്പം രാസവളങ്ങളുടെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഈ സമ്പ്രദായം പ്രയോജനപ്പെടും. ഉപയോഗിക്കേണ്ട പ്രധാന രാസവളങ്ങൾ പാഗ്യജനകത്തിന് യൂറിയ, ഭവകത്തിന് ഫോസ്ഫോറിക് ആസിഡ്, ക്ഷാരത്തിന് മുറേറ്റോ പൊട്ടാഷ് എന്നിവയാണ്. ഡിസംബർ മുതൽ മെയ് വരെയുള്ള കാലയളവിൽ 6 തവണകളായാണ് വളപ്രയോഗം നടത്തേണ്ടത്. തെങ്ങൊന്നിന് 91 ഗ്രാം യൂറിയ, 33 മില്ലി ലിറ്റർ ഫോസ്ഫോറിക് ആസിഡ്, 170 ഗ്രാം മുറേറ്റോ പൊട്ടാഷ് എന്നീ അളവിൽ ഓരോ പ്രാവശ്യം വളപ്രയോഗം ചെയ്യേണ്ടതാണ്. ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തെങ്ങൊന്നിന് 70 ഗ്രാം യൂറിയ, 60 ഗ്രാം ഡൈ അമോണിയം ഫോസ്ഫേറ്റ്, 170 ഗ്രാം മുറേറ്റോ പൊട്ടാഷ് എന്നീ അളവിൽ ഓരോ പ്രാവശ്യം വളപ്രയോഗം ചെയ്യേണ്ടതാണ്. ഇപ്രകാരം വളപ്രയോഗം ചെയ്യുന്നത് വഴി തെങ്ങിൻ്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്നതോടൊപ്പം മണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താനും കഴിയും. നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂഷ്ഠതയുടെ അളവ് മനസ്സിലാക്കുന്നതിനും ഏതുതരം വളമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിനും 3 വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ തോട്ടത്തിലെ മണ്ണ് പരിശോധിക്കേണ്ടതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SICT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നമോ ഡ്രോൺ ദീദി പദ്ധതി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഫെർട്ടിലൈസർ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വകുപ്പുകൾ സഹകരിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു കേന്ദ്രമേഖലാ പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. നാനോ വളങ്ങളുടെയും കീടനാശിനികളുടെയും കൃത്യമായ സ്പ്രേ ചെയ്യുന്നതിനായി കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും മുഖ്യധാര കൃഷിയിൽ അവരുടെ സുസ്ഥിരമായ പങ്കാളിത്തത്തിനും ഊന്നൽ നൽകാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. പദ്ധതികളുടെ പ്രധാന ഹൈലൈറ്റുകൾ ഇവയാണ്: ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഗ്രാമവികസന വകുപ്പ്, രാസവള വകുപ്പ്, NRLM, ലീഡ് ഫെർട്ടിലൈസർ കമ്പനികൾ എന്നിവയുടെ കീഴിൽ പ്രമോട്ട് ചെയ്യപ്പെടുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ വിഭവങ്ങളും പരിശ്രമങ്ങളും സംയോജിപ്പിച്ച് സമഗ്രമായ ഇടപെടലുകൾ
പദ്ധതി നിർദ്ദേശിക്കുന്നു. കാർഷിക സേവനങ്ങൾ നൽകുന്നതിന് NRLMന് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഏരിയ അല്ലെങ്കിൽ ക്ലസ്റ്റർ SHG ഗ്രൂപ്പുകൾ എന്നിവയുടെ ശരിയായ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് പദ്ധതിയുടെ നടത്തിപ്പ്. അങ്ങനെ ഡ്രോൺ സേവനങ്ങൾക്കായുള്ള അവരുടെ ഭാഗത്തെ കർഷകരിൽ നിന്നുള്ള ആവശ്യമനുസരിച്ച് പ്രദേശം അല്ലെങ്കിൽ ക്ലസ്റ്റർ തിരഞ്ഞെടുക്കുന്നതിനായി വിലയിരുത്തപ്പെടും. അത് സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറും. സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന മിഷൻ ഡയറക്ടറേറ്റ് ഓഫ് NRLM, LFC, ICAR പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റി ഡ്രോണുകൾ നൽകുന്നതിനായുള്ള തിരിച്ചറിഞ്ഞ ക്ലസ്റ്ററുകളിലെ സംസ്ഥാനങ്ങളിലെ NRLM പ്രകാരമുള്ള പുരോഗമന വനിതാ സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കും. ഡ്രോൺ പൈലറ്റിന് വനിതാ SHG അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ, ഡ്രോൺ അസിസ്റ്റന്റ് പരിശീലനം എന്നിവ സമിതിയുടെ ഉത്തരവാദിത്തമാണ്. ജില്ല തിരിച്ചുള്ള ഡ്രോൺ ഉപയോഗം, ലഭ്യത, നിലവിലുള്ള വിടവ് എന്നിവയുടെ വിലയിരുത്തൽ, ഭാവി ആവശ്യകതകൾ തിരിച്ചറിയൽ, തിരഞ്ഞെടുത്ത വനിതാ SHGക്ക് LFC കീടനാശിനി കമ്പനികളുമായി ഏകോപിപ്പിച്ച് ബിസിനസ് നൽകൽ ഉറപ്പാക്കൽ എന്നിവയാണ് മറ്റു സവിശേഷതകൾ. യോഗ്യരായ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളിൽ നിന്നും ഒരാളെ 15 ദിവസത്തെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കും. അതിൽ 5 ദിവസത്തെ നിർബന്ധിത ഡ്രോൺ പൈലറ്റ് പരിശീലനവും കാർഷിക ആവശ്യത്തിനായും കീടനാശിനി പ്രയോഗത്തിനും വേണ്ടി അധിക 10 ദിവസത്തെ പരിശീലനവും ഉൾപ്പെടുന്നു. NRLMന് കീഴിൽ SHGയിലെ മറ്റ് അംഗങ്ങൾക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ഫിറ്റിംഗ്, മെക്കാനിക്കൽ ജോലികൾ എന്നിവ ഏറ്റെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഡ്രോൺ സഹായിയായി പരിശീലനം നൽകും. തിരിച്ചറിഞ്ഞ സ്വയം സഹായ സംഘങ്ങൾക്ക് NRLM പ്രകാരം ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായവും വായ്പയും നൽകും. NRLMന് കീഴിൽ SHGകൾ ഡ്രോണുകൾ വാങ്ങുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും ഡ്രോണുകളുടെ പരിപാലനത്തിനും ഡ്രോൺ കമ്പനികൾ മുഖേന നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് LFCകൾ ഡ്രോൺ നിർമ്മാണ കമ്പനികൾക്കും SHGക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കും. ബന്ധപ്പെട്ട SHGകളുടെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുമായുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വഴി LFCകൾ ഡ്രോണുകൾ വാങ്ങുകയും SHGകൾക്ക് ഡ്രോണുകളുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യും. അവയുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സ്വയം സഹായ സംഘങ്ങളുമൊത്തുള്ള ഡ്രോണുകൾ, നാനോ വളങ്ങളുടെ ഉപയോഗം LFCകൾ പ്രോത്സാഹിപ്പിക്കും. നാനോ വളത്തിനും കീടനാശിനി പ്രയോഗത്തിനുമായി കർഷകർക്ക് ഡ്രോൺ സേവനങ്ങൾ SHGകൾ വാടകയ്ക്ക് നൽകുകയും SHGകൾക്ക് അധിക വരുമാനം നേടുകയും ചെയ്യും. നമോ ഡ്രോൺ ദീദിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഡ്രോൺ വാങ്ങുന്നതിന് NRLM SHGകൾക്ക് സബ്സിഡി നൽകുന്നു. ഡ്രോൺ വിലയുടെ 80% സബ്സിഡിയായി 8 ലക്ഷം രൂപയും നൽകുന്നു. ഡ്രോണിന്റെ ബാക്കി ചിലവിന് AIFൽ നിന്ന് വായ്പാ സൗകര്യം, അതുപോലെ 3% പലിശ നിരക്കിൽ ഈസി ലോണും നൽകുന്നതാണ്. ഡ്രോൺ പാക്കേജിന്റെ ഭാഗമായി ഡ്രോൺ പൈലറ്റ് പരിശീലനവും ഡ്രോൺ വഴി അധികമായി വരുമാനം നേടാനുള്ള അവസരവും ലഭിക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് കർഷകർക്ക് ഡ്രോൺ സേവനം നൽകാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു.
ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20.5-00-23. ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20.5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്ക് രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15. FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിന്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ,
സൂക്ഷ്മപോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ. ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, സൂക്ഷ്മപോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ്. പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മപോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. FECT കാർഷിക സ്പോൺസർഡ് പരിപാടി.